ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു സബ്ജി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം നല്ല ഒരു കറിയാണ്. അതിനായിട്ട് നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിനകത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. വെന്ത് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രഷർ കുക്കറിൽ ഇടുന്നത്. അതവിടെ ഇരുന്ന് വേകുന്ന സമയം നമുക്ക് ഇതിനാവശ്യമായ 2 സവാള, 2-3 പച്ചമുളക്, അല്പം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞു വയ്ക്കാം. കൂടെ കറിവേപ്പിലയും പിന്നെ കടുക് പൊട്ടിക്കാൻ ആവശ്യമായ കടുകും കുറച്ച് പൊട്ടുകടലയും 2 വറ്റൽമുളകും ഇത്രയും ഇട്ടാണ് നമ്മൾ കടുക് വറക്കുന്നത്. കൂടെ അല്പം കൊച്ചുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഏത് കറിക്കും കടുക് വറുത്തെടുക്കുമ്പോൾ ആ കൊച്ചുള്ളി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കൂടെ നമുക്കൊരു കളറിലൊരു ചെറിയ ചേഞ്ച് വരാൻ വേണ്ടി നമുക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാവേ. ആ ക്യാരറ്റും കൂടെ അതിനകത്ത് കിടന്നൊന്ന് സോട്ടായി വന്നോട്ടെ. ഇതൊരുമാതിരി നന്നായിട്ട് സോട്ടായി വന്നു കഴിയുമ്പോൾ ആ ക്യാരറ്റും വെന്തിരിക്കും, പച്ചമുളകും എല്ലാം വെന്തിരിക്കും. നമുക്ക് അതിലേക്ക് സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താൽ നമുക്ക് പെട്ടെന്നത് വാടിക്കിട്ടും. കുറേ നേരം നമ്മൾ ഇളക്കേണ്ടിയൊന്നും വരത്തില്ല. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ സവാള വെന്ത് കിട്ടുകയും ചെയ്യും, നന്നായിട്ടങ്ങ് സോട്ടായി കിട്ടും. ഒരുപാടൊരു ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒരു മീഡിയം ബ്രൗൺ കളറായാൽ മതി. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് അതിനെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ചിട്ടാലും മതി, പക്ഷേ പൊട്ടറ്റോ മാഷറൊക്കെ വെച്ച് മാഷ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കറി ആയി വരുമ്പോൾ അതിനുള്ള ആ ഒരു ഗ്രേവി പോലെയോ അല്ലെങ്കിൽ അല്പം ഒരു കൊഴുപ്പൊന്നും ഈ സമയത്ത് കാണത്തില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൽ എരിവെല്ലാം നന്നായി ഒന്ന് ചേർന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ചൂടായിരിക്കുന്ന കറികളിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ കറിയുടെ രുചിയെ മാറിപ്പോകും. ഇതുപോലുള്ള സബ്ജി ഉണ്ടാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പം ഉപ്പ് മുൻപോട്ട് നിൽക്കണം. അപ്പോഴാണ് ആ കറിയുടെ രുചി ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓരോ കറികൾക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ, അതാണ് ആ സബ്ജിയുടെ പ്രത്യേകത. അങ്ങനെ നമുക്ക് അല്പം ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം മതി, ഹൈ ഫ്ലെയിം വെക്കരുത്. ഹൈ ഫ്ലെയിം വെച്ച് കഴിയുമ്പം അത് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ കറിയുടെ രുചി അങ്ങ് മാറിപ്പോകും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ആ വെള്ളം വറ്റിക്കഴിയുമ്പോൾ കറി റെഡിയായിരിക്കും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. പൂരിക്കും ചപ്പാത്തിക്കും ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു റെസിപ്പി